കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർത്തുല്ലസിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ്, കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള AC ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലോമല. കോൺടാക്ട് 08069247571. നാടിന് മാതൃകയായി തയ്യൂർ സൗഹൃദ കൂട്ടായ്മ വീണ്ടും തങ്ങളുടെ സേവന പ്രവർത്തനങ്ങളുമായി രംഗത്ത്. തയ്യൂരിലെ പൊന്തക്കാടുകൾ നിറഞ്ഞ റോഡുകൾ വൃത്തിയാക്കാൻ തയ്യൂരിലെ നാട്ടുകാരുടെ സൗഹൃദ കൂട്ടായ്മ വീണ്ടും രംഗത്തിറങ്ങി. പല ഘട്ടങ്ങളിലായി തയ്യൂരിലെ റോഡുകൾ എല്ലാം കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്ന് വൃത്തിയാക്കി. ഇതിനു പുറമെ മറ്റ് ജനോപകാരപ്രദമായ പല പ്രവർത്തനങ്ങളും കൂട്ടായ്മ നടത്തുന്നുണ്ട്. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, പ്രഥമ ശുശ്രൂഷ ബോധവൽക്കരണ ക്ലാസ്, മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണവും മാലിന്യം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്നവർക്കെതിരെ നിയമ നടപടികളും ഏറ്റെടുക്കൽ ഉൾപ്പെടെ നാടിന്റെ നന്മയ്ക്കായി പലവിധ പ്രവർത്തനങ്ങളിൽ കൂട്ടായ്മ ഏർപ്പെടുന്നുണ്ട്. ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളുമായി എപ്പോഴും കർമ്മനിരതരായിരിക്കുമെന്നും കൂട്ടായ്മയുടെ ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നാടിന് വലിയൊരു അനുഗ്രഹമാണെന്ന് വേലൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ വിമല നാരായണൻ അഭിപ്രായപ്പെട്ടു. ഈ പ്രദേശത്ത് സൂചിപ്പിച്ചതുപോലെ കേവലം ഇവിടത്തെ പ്രദേശവാസികളുടെ മാത്രം പ്രശ്നമല്ലത്. ഇത് വെള്ളം ഒഴുകി പോകുന്നതും ഇപ്പോൾ കോടേരി മലയിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൽ കൂടെ ഒഴുകി തയ്യൂർ പാടശേഖരത്തിലേക്കാണ് പോകുന്നത്. ആ ഒഴുകുന്ന വഴിയിൽ ഒരുപാട് വീടുകളും മറ്റു കുടിവെള്ള പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കിണറുകൾ, കുടിവെള്ളത്തിന് ആശ്രയിക്കുന്ന കിണറുകളുണ്ട്, മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം ബാധിക്കുന്ന തരത്തിലാണ് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാരികളുടെ ശ്രദ്ധയിലേക്കുന്ന രീതിയിൽ ഈ പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ചിട്ടും മറ്റും ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം, ഒരു ക്യാമറയും മറ്റു സംവിധാനമൊക്കെ കൃത്യമായിട്ട് വീക്ഷിച്ചിട്ട് ഈ ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകളെ സാമൂഹ്യ ദ്രോഹം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം ജനങ്ങളായി തന്നെ ഈ വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തേണ്ട സ്ഥിതിക്ക് അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് നീങ്ങേണ്ടതായി നമുക്ക് വരും. അതിലേക്ക് നിൽക്കാതെ അധികാരികൾ ഇതിന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വേണ്ട നടപടികൾ എടുക്കുന്നത് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. BCB ന്യൂസ്, തയ്യൂർ.